ജമാഅത്തെ ഇസ്ലാമി പരാമർശത്തിൽ എ.കെ. ബാലനെ പിന്തുണച്ച മുഖ്യമന്ത്രി. വർഗീയ പ്രശ്നങ്ങൾക്ക് കാരണം UDF നിലപാടെന്നും പിണറായി കുറ്റപ്പെടുത്തി. തരാതരം പോലെ വർഗീയത കളിക്കുകയും അത് മൂടിവെക്കുകയും ചെയ്യുന്നവരാണ് കോൺഗ്രസ് നേതാക്കളെന്നും വിമർശനം. ക്രൈസ്തവർക്ക് കൂടുതൽ ആനുകൂല്യങ്ങൾ നിർദ്ദേശിക്കുന്ന JB കൗശി കമ്മീഷൻ ശുപാർശകൾ ത്വരിതഗതിയിൽ നടപ്പിലാക്കുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. അതായത് ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇന്നത്തെ കേരളം നമ്മുടെ രാജ്യത്തിന് മുന്നിലൊരു മാതൃകയാണ്. അതായത് വർഗീയ സംഘർഷങ്ങളില്ല, വർഗീയ കലാപങ്ങളില്ല. എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായ ചിത്രം കേരളത്തിലുണ്ടായിരുന്നു. അതാണ് സഖാവ് എ.കെ. ബാലൻ ഓർമ്മിപ്പിച്ചത് എന്നാണ് ഞാൻ കരുതുന്നത്. കമ്മീഷൻ റിപ്പോർട്ടിലെ ശുപാർശകൾ നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ട് തെറ്റിദ്ധാരണാജനകമായ വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. റിപ്പോർട്ടിലെ ശുപാർശകൾ നടപ്പിലാക്കിയതിലെ പുരോഗതി ചർച്ച ചെയ്യാൻ കഴിഞ്ഞ ദിവസം യോഗം ചേർന്നിരുന്നു. കമ്മീഷൻ സമർപ്പിച്ച 284 ശുപാർശകൾ, 45 ഉപശുപാർശകൾ, ഇവയാണ് സംസ്ഥാന സർക്കാർ പരിഗണിച്ചത്. ഇതിൽ സർക്കാരിൻ്റെ 17 വകുപ്പുകൾ പൂർണ്ണമായി ശുപാർശ നടപ്പിലാക്കി. ഈ 284 ശുപാർശകളും 45 ഉപശുപാർശകളും, അവയിൽ 220 ശുപാർശകളിലും ഉപശുപാർശകളിലും നടപടികൾ പൂർത്തിയാക്കി കഴിഞ്ഞിട്ടുണ്ട്. 7 ശുപാർശകൾ മന്ത്രിസഭയുടെ പരിഗണനയ്ക്കായി സമർപ്പിക്കുന്നതിന് അതത് വകുപ്പുകൾ നടപടി സ്വീകരിച്ചു വരികയാണ്. വിവരങ്ങളുമായി പ്രജിത് മോഹനൻ ചേരുന്നുണ്ട്. പ്രജിത്, ജമാഅത്തെ ഇസ്ലാമി പരാമർശത്തിൽ എ.കെ. ബാലനെ പിന്തുണയ്ക്കുകയാണ് മുഖ്യമന്ത്രി. വർഗീയതയെ ഒളിഞ്ഞും തെളിഞ്ഞും ഒക്കെ സപ്പോർട്ട് ചെയ്യുന്ന അതേ മുഖ്യമന്ത്രിയാണ് ഇപ്പോൾ എ.കെ. ബാലനെ പിന്തുണച്ചിരിക്കുന്നത്. ഈ കോൺഗ്രസിനെതിരെ ചില ആരോപണ ശരങ്ങളും മുഖ്യമന്ത്രി ചെയ്യുന്നുണ്ട്. ഇന്ന് മുഖ്യമന്ത്രി നടത്തിയ ആ പത്രവാർത്താ സമ്മേളനത്തിലെ ഏറ്റവും പ്രസക്ത ഭാഗങ്ങൾ എന്തൊക്കെയാണ് പ്രജിത്? ശ്രീ, ആകമൊത്തം ബാലൻ്റെ കാര്യത്തിലാണെങ്കിലും ശരി, അല്ലാതെയാണെങ്കിലും ഒരു ബാലൻസിങ്ങിന് മുഖ്യമന്ത്രി കൃത്യമായി ശ്രമിച്ചിട്ടുണ്ട്. ഒരു വശത്ത് ഈ ക്രിസ്ത്യൻ വിഭാഗത്തിൽപ്പെടുന്ന ആളുകൾക്ക് കൂടുതൽ ആനുകൂല്യങ്ങൾ നൽകുന്ന പദ്ധതി, അതുമായി ബന്ധപ്പെട്ട JB കമ്മീഷൻ റിപ്പോർട്ട് നടപ്പിലാക്കുന്നതിനെക്കുറിച്ച് കൂടുതൽ വിശദമായി മുഖ്യമന്ത്രി സംസാരിച്ചിട്ടുണ്ട്. ന്യൂനപക്ഷ സംഘടനകളുമായിട്ടുള്ള യോഗത്തെക്കുറിച്ചൊക്കെ പറയുന്നു. അതേസമയം ഈ ജമാഅത്തെ ഇസ്ലാമിയുമായി ബന്ധപ്പെട്ട് എ.കെ. ബാലൻ നടത്തിയ പരാമർശത്തിൽ അത് കൃത്യമായ ചില വ്യത്യസ്തമായ സാഹചര്യങ്ങൾ കേരളത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് അദ്ദേഹം ഓർമ്മപ്പെടുത്തുകയായിരുന്നു എന്നുള്ളതാണ് മുഖ്യമന്ത്രി പറയുന്നത്. ഇപ്പോൾ നാട്ടിൽ സമാധാനമുണ്ട്, വർഗീയ സംഘർഷങ്ങളില്ല, വർഗീയ കലാപങ്ങളില്ല. പക്ഷേ അതായിരുന്നില്ല ഒരു കാലത്ത് കേരളത്തിൻ്റെ സാഹചര്യം എന്ന നിലയിലാണ് അദ്ദേഹം ഓർമ്മപ്പെടുത്തിയത്. അന്ന് അത്തരം സാഹചര്യങ്ങൾ ഉണ്ടാകാൻ കാരണം അത് UDF ഭരിക്കുമ്പോഴായിരുന്നു എന്നുള്ളൊരു സന്ദേശം, അല്ലെങ്കിൽ എന്നുള്ളൊരു മെസ്സേജാണ് അദ്ദേഹം നൽകുന്നത്. അതോടൊപ്പം തന്നെ UDFൻ്റെ നേതാക്കന്മാരുടെ, പ്രധാനപ്പെട്ട നേതാക്കന്മാരുടെ മുൻകാല പരാമർശങ്ങൾ ഒരു വശത്ത് പറയുന്നു. ഒരു വശത്ത് അത് നമുക്ക് വേണമെങ്കിൽ മുസ്ലിം വിരുദ്ധമെന്ന് കേൾക്കുന്നവർക്ക് തോന്നാവുന്ന രീതിയിലുള്ള പരാമർശങ്ങൾ, പഴയകാലത്തെ നേതാക്കന്മാരുടെ പല റിമാർക്സും, പ്രത്യേകിച്ച് 5ാം മന്ത്രിസ്ഥാനം, മലപ്പുറം ജില്ലയിൽ കൂടുതൽ സ്കൂളുകൾ തുടങ്ങുന്ന സമയത്ത് അങ്ങനെ രമേശ് ചെന്നിത്തലയുടെയും VD സതീശൻ്റെയും അടക്കമുള്ള സ്റ്റേറ്റ്മെൻറ്റുകൾ എടുത്തു പറഞ്ഞുകൊണ്ട് മുസ്ലിം വിരുദ്ധമായിട്ടുള്ള, മുസ്ലിം ലീഗിനെതിരേക്കുള്ള നിലപാടുകൾ പല കാലത്ത് കോൺഗ്രസ് നേതാക്കൾ സ്വീകരിച്ചത് എടുത്തു പറയുന്നു. എന്നിട്ട് അതോടൊപ്പം തന്നെ ചേർത്ത് നിർത്തി ഇവർ തന്നെയാണ് ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമിയെയും ചേർത്ത് പിടിക്കുന്നത് എന്നുള്ളൊരു കാര്യം കൂടി മുഖ്യമന്ത്രി പറഞ്ഞു വയ്ക്കുന്നുണ്ട്. അങ്ങനെ രണ്ട് വശത്തു നിന്നുള്ളൊരു ബാലൻസിങ്ങിന് കൃത്യമായി മുഖ്യമന്ത്രി ശ്രമിച്ചിട്ടുണ്ട്. എന്തായാലും ബാലന് പൂർണ്ണ പിന്തുണയാണ്. അദ്ദേഹം നേരത്തെ ഉണ്ടായിരുന്ന കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ് ചെയ്തത്. അതിൽ തെറ്റു പറയാൻ കഴിയില്ല. പ്രത്യേകിച്ച് മാറാട് കലാപകാലമടക്കം ഓർമ്മപ്പെടുത്തിക്കൊണ്ടായിരുന്നു മുഖ്യമന്ത്രിയുടെ ഇന്നത്തെ ഈ വാർത്താ സമ്മേളനം. പക്ഷേ ജമാഅത്തെ ഇസ്ലാമി നേരത്തെ LDFനെ പിന്തുണച്ചിട്ടുള്ളതെന്നുള്ള പരസ്യമായിട്ടുള്ള ആ പ്രതികരണങ്ങൾക്കൊന്നും കൃത്യമായൊരു മറുപടി നൽകാൻ മുഖ്യമന്ത്രി തയ്യാറായിട്ടില്ല. അതേസമയം കേരളത്തിൽ വീണ്ടും അധികാരത്തിൽ വരുമെന്നുള്ള ആത്മവിശ്വാസവും അദ്ദേഹം പ്രകടിപ്പിച്ചിട്ടുണ്ട്. ജനങ്ങൾ കഴിഞ്ഞ കുറേ കാലമായി കാണുന്നുണ്ട്. കഴിഞ്ഞ 10 വർഷത്തെ ഭരണവും അതിന് മുൻപത്തെ കാലഘട്ടവും ജനങ്ങളുടെ മുന്നിലുണ്ട്. അപ്പോൾ അവർ ആ അനുഭവങ്ങളുടെ പശ്ചാത്തലത്തിലായിരിക്കും തീരുമാനങ്ങൾ എടുക്കുക എന്നുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റ് കൂടി മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുണ്ട്. ഇതിൽ ഇന്നെന്തായാലും ഏറ്റവും ശ്രദ്ധേയമാകുക A.K. ആൻ്റണിയുടെ കാലത്തെ കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തിക്കൊണ്ടുള്ള മുഖ്യമന്ത്രിയുടെ പരാമർശങ്ങളാണ്. അത് മാറാട് കലാപകാലത്തെ സന്ദർശനത്തെക്കുറിച്ചാണെങ്കിലും ശരി, പിന്നീട് അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ രാജി സമർപ്പിക്കുന്ന സമയത്ത് കേരളത്തിൽ സംഘടിതരായിട്ടുള്ള ന്യൂനപക്ഷങ്ങൾ കൂടുതൽ അവകാശങ്ങൾ നേടിയെടുക്കുന്നു, അത് മറ്റ് സമുദായങ്ങളും കാണുന്നുണ്ട് എന്നുള്ള A.K. ആൻ്റണിയുടെ പഴയ പരാമർശമാണെങ്കിലുമൊക്കെ അക്കാര്യങ്ങളിൽ മുഖ്യമന്ത്രി നടത്തിയിട്ടുള്ള കടന്നാക്രമം എന്തായാലും വരും ദിവസങ്ങളിൽ ഒരു രാഷ്ട്രീയ ചർച്ചാ വിഷയമാകും. A.K. ആൻ്റണിയുടെ അടക്കമുള്ള പ്രതികരണങ്ങളും വരും ദിവസങ്ങളിൽ ഉണ്ടാകും എന്നുള്ളതാണ്. എന്തായാലും ഒരു വശത്ത് UDF
ഒരേ സമയം മുസ്ലിം വിരുദ്ധമായിട്ടുള്ള നിലപാടുകൾ സ്വീകരിക്കുകയും അവർ പിന്നീട് ജമാഅത്തെ ഇസ്ലാമിയെ പോലെയുള്ള തീവ്ര വർഗീയ സംഘടനകളുമായി കൂട്ടുകൂടുന്നു ഒരു പരാമർശം കൂടി വരുത്തിവെക്കാനാണ് മുഖ്യമന്ത്രി ശ്രമിച്ചത്. എന്താണോ AK ബാലൻ പറഞ്ഞത് അക്കാര്യങ്ങളിൽ കൂടുതൽ വ്യക്തമായ ഒരു നിലപാടിലേക്ക് മുഖ്യമന്ത്രി പോയിരിക്കുന്നു എന്നുകൂടി നമുക്ക് പറയാൻ കഴിയും. ഒരു ഭൂരിപക്ഷ സമുദായത്തിനടക്കം വലിയ ആശങ്കകൾ സൃഷ്ടിക്കുന്ന രീതിയിലേക്കുള്ള പരാമർശമായി അതിനെ വേണമെങ്കിൽ വ്യാഖ്യാനിക്കുകയും ചെയ്യാം. ശരി പ്രജിത്ത്, വ്യക്തമാണ്. പ്രജിത്ത് സൂചിപ്പിച്ചതുപോലെ ആകെ മൊത്തം ഒരു ബാലൻസിങ്ങിനാണ് മുഖ്യമന്ത്രി ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ ശ്രമിച്ചത്. ജമാഅത്തെ ഇസ്ലാമി പരാമർശത്തിൽ AK ബാലനെ പിന്തുണയ്ക്കുകയാണ് മുഖ്യമന്ത്രി. പ്രജിത്താണ് വിവരങ്ങൾ നൽകിയത്.